പലപ്പോഴും നമ്മുടെ ചെവികൾ മൂളാറുണ്ട് അല്ലേ? രോഗങ്ങൾ കൊണ്ടല്ല, വേഗം ഒന്ന് മൂളി അപ്പൊ തന്നെ അവസാനിക്കുന്ന രീതി പലപ്പോഴും നമുക്ക് അനുഭവപ്പെടാറുണ്ട്. എന്താണ് അതിന്റെ കാരണം? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ ചെവി മൂളുകയാണ് എങ്കിൽ ഉടൻ തന്നെ നിങ്ങൾ ദിക്ർ പറയണം. നിങ്ങളെ അള്ളാഹു ആദരിച്ചതിന്റെ അടയാളമാണ് എന്ന് വിശദീകരണം തരുന്ന ഒരു അത്ഭുതകരമായ ഒരു കാര്യമുണ്ട്. ചെവി മൂളുന്നതിന്റെ പിന്നെ രഹസ്യം എന്താണ്? അങ്ങനെ മൂളിയാൽ നാം എന്താണ് പറയേണ്ടത്? ആ ഒരു അടയാളം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചാൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ നേട്ടം എന്താണ് എന്ന് തുടങ്ങിയുള്ള വളരെ കൗതുകകരമായ അത്ഭുതകരമായ ഒരു അറിവിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. അല്ലാഹു റബ്ബു സുബ്ഹാനഹു വ തആല പഠിക്കുവാനും പകർത്തുവാനും പ്രാവർത്തികമാക്കുവാനും അല്ലാഹു നമുക്ക് വലിയ തൗഫീഖ് നസീബാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി കഫാ വസ്സലാം അലാ ഇബാദിഹി നിഅമ അമ്മാ ബഅദ്. എൻ്റെ പ്രിയമുള്ള മുഹബ്ബീങ്ങളെ, എല്ലാവർക്കും റാഹത്തല്ലേ? അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ഈ പ്രവർത്തനങ്ങളെല്ലാം അല്ലാഹു സ്വീകരിക്കുന്ന ഒരു സൽപ്രവർത്തനമാക്കി അല്ലാഹു കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിന്റെ മുന്നോട്ടുള്ള സഞ്ചാരത്തിൽ നമ്മുടെ അവയവങ്ങൾ നമുക്ക് വളരെ വലുതാണ്. ഓരോ അവയവത്തിനും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. പലപ്പോഴും നമ്മൾ ചിന്തിക്കും, നമ്മുടെ കൈ മുറിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ വിരളൊന്നും മുറിഞ്ഞാൽ, തള്ള വിരളൊന്നും മുറിഞ്ഞാൽ നമ്മൾ ചിന്തിക്കും, ഓ, കുഞ്ഞു വിരൽ മുറിഞ്ഞിരുന്നെങ്കിൽ ഒന്നും പ്രശ്നമൊന്നുമില്ലായിരുന്നു, അത് വലിയ ഉപയോഗമില്ലാത്തതല്ലേ എന്ന്. പക്ഷെ ഈ മുറിവൊക്കെ ഉണങ്ങി ചെറിയ വിരളിൽ ഒരു മുറിവ് വരുമ്പോൾ നമ്മൾ ചിന്തിക്കും, എന്തൊരു വേദനയാ. അതുകൊണ്ട് തന്നെ എല്ലാ അവയവങ്ങൾക്കും അതിൻ്റെതായ ലക്ഷ്യവും അതിൻ്റെതായ പ്രാധാന്യവും ഉണ്ട് എന്നാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത്. എൻ്റെ പ്രിയമുള്ളവർ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുക, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു സമയത്തെങ്കിലും അനുഭവിച്ചിട്ടില്ലാത്തവരുണ്ടാകൂല അല്ലേ? മിക്കുള്ള അനുഭവിച്ചിട്ടുള്ള കാര്യമാണ് ചെവി ഇങ്ങനെ മൂളുക എന്ന് പറയുക. ചെവി മൂളുമ്പോ ഈ വിഷയം കേൾക്കുമ്പോ ചില ആളുകൾ, അറിവ് കൂടിയ ആളുകൾ പറയും, ഓ, ഈ മൊയിലാർക്ക് വരെ പണിയൊന്നുമില്ലപ്പാ, ചെവി മൂളിയ ഹോസ്പിറ്റലിൽ പോകണം, ENT കാണിക്കണം, നിങ്ങൾ ENT കാണിക്കണം. ആ മൂളൽ നിൽക്കുന്നില്ല, എപ്പോഴും തുടരെ വരികയാണെങ്കിൽ ENT തന്നെ കാണിക്കണം. അങ്ങനെ തന്നെയാണ് ഞാനും പറയുക, ഉസ്താദുമാരെല്ലാരും പറയുക. ഞാൻ ചർച്ച ചെയ്യുക, ഒരു മിനിറ്റിൽ കൂടാതെ അല്ലെങ്കിൽ ഒരു മിനിറ്റ് പോലും നിൽക്കാതെ വേഗം ഒന്ന് മൂളുക, അപ്പോഴേ അങ്ങ് അവസാനിക്കുക. ആ ഒരു മൂളലിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുക. അതിന്റെ പിന്നിൽ എന്തെങ്കിലും രഹസ്യം ഉണ്ടോന്നാണ്. ചില ആളുകൾക്ക് സിഹിർ കൊണ്ട്, പൈശാചിക ഉപദ്രവങ്ങളെ കൊണ്ട്, അതുപോലെ മറ്റുള്ള ഇടങ്ങേറുകളെ കൊണ്ട്, ചെവിക്കകത്തുള്ള ചെറിയ ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ കൊണ്ട് ചെവി ഇങ്ങനെ മൂളാറുണ്ട്. അതിനെ പറ്റിയല്ല ഇവിടെ ചർച്ച. അതിന് നമ്മൾ ഹോസ്പിറ്റലിൽ പോവുക തന്നെ വേണം. ഇത് ഒരു പ്രശ്നവും ഇല്ല, വെറുതെ ഇങ്ങനെ ഇരിക്കാണ്, അവന്റെ ജോലി ചെയ്യാണ്, ചെവി ഇങ്ങനെ മൂളുന്നതായിട്ട് നമുക്ക് തോന്നി ഉടനെ അപ്പോഴങ്ങ് പോയി, പിന്നെ അപ്പോഴൊന്നും പ്രശ്നമില്ല, പിന്നെ അടുത്തൊന്നും വന്നിട്ടുമില്ല. അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ലേ? ഉള്ളവരൊന്ന് കമന്റ് ചെയ്തേ, അങ്ങനെ മൂളിയിട്ടുണ്ട് ഉസ്താദ് എന്നൊന്ന് അനുഭവം കമന്റ് ചെയ്ത് അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിനെന്താണെന്ന് അറിയണ്ടേ? എൻ്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ പ്രവാചകൻ നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞൊരു ഹദീസ് നമ്മൾ ചർച്ച ചെയ്യാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇദാ തുന്നത്ത് ഉദ്നു അഹദിക്കും, നിങ്ങളിൽ ഒരാളുടെയെങ്കിലും ചെവി മൂളുന്നത് നിങ്ങൾ അനുഭവപ്പെട്ടാൽ, ചെവി മൂളുന്നതായി നിങ്ങൾക്ക് തോന്നിയാൽ, ഫൽ യദ്കുറുനി, അവൻ എന്നെ ഓർത്തുകൊള്ളട്ടെ, അവൻ എന്നെ സ്മരിച്ചു കൊള്ളട്ടെ, അവൻ എന്റെ പേര് പറഞ്ഞു കൊള്ളട്ടെ. എന്നിട്ടോ ഫൽ യുസല്ലി അലയ്യ, അവൻ എന്റെ മേൽ സലാം പറഞ്ഞു സ്വലാത്ത് ചൊല്ലട്ടെ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തനബി തങ്ങളുടെ ഈ ഹദീസ് മഹാരഥന്മാരാകുന്ന പണ്ഡിതന്മാർ ചർവണം നടത്തി കീറി മുറിച്ച് പരിശോധന നടത്തിയ തഫ്സീറുകളിൽ നമുക്ക് വിശദീകരണം നൽകുന്നുണ്ട്. എന്തേ നബി തങ്ങൾ അങ്ങനെ പറയാൻ കാര്യം? എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാർ, ഉപ്പമാർ, സഹോദരങ്ങൾ, സഹോദരിമാർ, നിങ്ങളുടെ ചെവി എപ്പോഴെങ്കിലും ഒന്ന് മൂളിയിട്ടുണ്ട് എങ്കിൽ 1000 വട്ടം അൽഹംദുലില്ലാ പറയാം, 1000 വട്ടം അൽഹംദുലില്ലാ പറയാം. എന്താണ് അതിന്റെ കാരണം? മഹാനായ ഇമാമുന ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി അടക്കമുള്ള നവവി ഇമാമിനെ പോലെയുള്ള മഹാരഥന്മാർ വളരെ വിശദമായ വിശദീകരണം നൽകുന്നുണ്ട്. എന്താണ് കാരണമെന്നറിയോ? അള്ളാഹുവിന്റെ പ്രവാചകൻ നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതിന്റെ ആശയം, അതിന്റെ അർത്ഥം നമുക്കറിയാം. നമ്മുടെ റൂഹുകളെല്ലാം ഒരുമിച്ച് കൂടുന്ന ഒരു സ്ഥലമുണ്ട്, അതിനെ ആലമുൽ അർവാഹ് എന്നാണ് പറയുക. എല്ലാവരുടെ റൂഹുകൾ, അത് അമ്പിയാക്കന്മാരുടെയും ഔലിയാക്കന്മാരുടെയും സ്വാലിഹീങ്ങളുടെയും
സച്ചരിതരായ മുഴുവൻ അടിയാളുകളുടെയും എല്ലാവരുടെയും റൂഹിനെ ഒരുമിച്ച് കൂട്ടുന്ന സ്ഥലമാണ് ആലമുൽ അർവാഹ് എന്ന് നമുക്കറിയാം. ഈ ആലമുൽ അർവാഹിൽ അള്ളാഹുവിന്റെ പ്രവാചക നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൂഹും അവിടെയുണ്ട്. നമ്മുടെ ശരീരമാണ് ദുനിയാവിലുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ മരണപ്പെട്ടു പോകുമ്പോൾ നമ്മുടെ പച്ചയായ ശരീരത്തെ കൊണ്ടുവന്ന മണ്ണിനടി വെക്കുമ്പോൾ മണ്ണ് പുഴുക്കൾ തിന്നുക, ചിതലരിക്കുക, മണ്ണിലോട് അലിഞ്ഞു ചേരുക. നമ്മുടെ ശരീരം എവിടെയാണ്? പക്ഷെ റൂഹ് ഇവിടെയല്ല. റൂഹ് അല്ലാഹ് സ്വർഗത്തിലാണെങ്കിൽ സ്വർഗത്തിലേക്ക്, നരകത്തിലാണെങ്കിൽ നരകത്തിലേക്ക് അല്ലാഹ് കൊണ്ടുപോവുക ചെയ്യും. അള്ളാഹു നമുക്ക് സ്വർഗം തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, നമ്മൾ ദുനിയാവിൽ ജീവിച്ചിരിക്കുമ്പോ പരിശുദ്ധരായ ആത്മാവുകൾ എന്ന് പറഞ്ഞാൽ പ്രവാചകന്മാരും സ്വാലിഹീങ്ങളും ഔലിയാക്കന്മാരും മാത്രമല്ല, അള്ളാഹു ആദരിച്ച ചില അടിമകൾ, അള്ളാഹിന് ഇഷ്ടപ്പെട്ട ചില അടിമകൾ അവിടെ റൂഹ് പരിശുദ്ധമാണ്. റൂഹ് പരിശുദ്ധമാണ്. ആ റൂഹുകൾക്ക് അള്ളാഹു ആലമുൽ അർവാഹിലേക്ക് സഞ്ചരിക്കാൻ അള്ളാഹു ഭാഗ്യം കൊടുക്കും. മരണപ്പെട്ടതിന് ശേഷമല്ല, ദുനിയാവിൽ ജീവിച്ചിരിക്കുമ്പോ ചില റൂഹുകൾക്ക് അള്ളാഹു, പരിശുദ്ധരായ റൂഹുകൾക്ക് അള്ളാഹു ആലമുൽ അർവാഹിലേക്ക് സഞ്ചരിക്കാൻ അവസരം കൊടുക്കും. അങ്ങനെ സഞ്ചരിച്ച് അള്ളാഹുവിന്റെ മുത്തായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൂഹ് സ്ഥിതി ചെയ്യുന്ന പരിശുദ്ധമായ റൂഹ് സ്ഥിതി ചെയ്യുന്ന പരിശുദ്ധമായ ഇടത്തേക്ക് നമ്മുടെ റൂഹ് പോകും. നമ്മുടെ റൂഹ് അവിടെ സന്ദർശിക്കും. അള്ളാഹു അതിനുള്ള ഭാഗ്യം തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആർക്കാണ് ഭാഗ്യം ലഭിക്കുക? വിശ്വാസിനികളായ നല്ല റൂഹുള്ളവർ. ഉസ്താദെ, ഞങ്ങളുടെ റൂഹ് നന്നാക്കാൻ ഞങ്ങൾ ഇനി എന്താ ചെയ്യേണ്ടത്? അവിടെ ഈ നിബിധങ്ങൾ വിട്ടിട്ടില്ല. അള്ളാഹിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഞാനൊരു പ്രാർത്ഥന നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം സ്വഹാബ. ഈ പ്രാർത്ഥന നിങ്ങൾ പതിവാക്കിയാൽ നിങ്ങളുടെ ആത്മാവ്, നിങ്ങളുടെ റൂഹിനെ അള്ളാഹു പരിശുദ്ധപ്പെടുത്തുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതാണ് പ്രാർത്ഥന എന്നറിയോ? അല്ലാഹുമ്മ ഖദ്ദിസ് അർവാഹനാ, അല്ലാഹുമ്മ ഖദ്ദിസ് അർവാഹനാ, അല്ലാഹുമ്മ ഖദ്ദിസ് അർവാഹനാ, അല്ലാഹുവേ ഖദ്ദിസ് അർവാഹനാ, ഞങ്ങളുടെ റൂഹുകളെ നീ പരിശുദ്ധപ്പെടുത്തണേ അല്ലാ, നന്മയിലാക്കണം അല്ലാ. അല്ലാഹുവിനെ പരിശുദ്ധരായ സ്വാലിഹീങ്ങളുടെ കൂട്ടത്തില് ഞങ്ങളുടെ റൂഹിനെ നീ ഉൾപ്പെടുത്തണേ അല്ലാ എന്നർത്ഥം വരുന്ന അല്ലാഹുമ്മ ഖദ്ദിസ് അർവാഹനാ എന്ന പ്രാർത്ഥന അധികരിപ്പിക്കണമെന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്, ഈ പ്രാർത്ഥന ഉമ്മമാരെ 5 വക്ത് നിസ്കാരം കഴിഞ്ഞ് യാസീൻ ഓതി തഹജ്ജുദിന് ശേഷം ഈ ദുആ നിങ്ങൾ ധരിപ്പിക്കും. ചെറിയൊരു വാക്കല്ലേ, അല്ലാഹുമ്മ ഖദ്ദിസ് അർവാഹനാ, പടച്ചവനെ എന്റെ റൂഹിനെ നീ പരിശുദ്ധപ്പെടുത്തണേ. ഈ പരിശുദ്ധരായ റൂഹുകൾക്ക് അള്ളാഹുവിന്റെ പ്രവാചക നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ ആ റൂഹ് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തേക്ക് കടന്നു പോകാൻ അള്ളാഹ് അനുവാദം കൊടുക്കുമ്പോ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ റൂഹിനെ പറ്റി അള്ളാന്റെ പ്രവാചകന്മാരോട്, സ്വാലിഹീങ്ങളോട്, പടച്ച തമ്പുരാനോട്, ഈ മനുഷ്യനെ കുറിച്ച്, ഈ റൂഹിന്റെ ഓണറെ കുറിച്ച് അള്ളാന്റെ റസൂല് നല്ലത് പറയുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ മുത്തുനബി തങ്ങളുടെ റൂഹ് അള്ളാനോട് നല്ലത് പറയും. ഈ മനുഷ്യൻ നല്ലതാണ്, ഈ മനുഷ്യന് നന്മയുണ്ട്, ഈ മനുഷ്യന് ഖൈറുണ്ട് എന്ന് അള്ളാന്റെ റസൂല് നമ്മുടെ റൂഹിനെ പറ്റി പടച്ചവനോട് പറയുമെന്നാണ്. എന്നിട്ട് ആ പടച്ച തമ്പുരാന്റെ അള്ളാഹുവിന്റെ ഖദർ തീരുമാനപ്രകാരം ആലമുൽ അർവാഹിലേക്ക് കടന്നു ചെന്ന് മുത്തുനബി തങ്ങളുടെ റൂഹ് സന്ദർശിച്ച് മടങ്ങി വന്ന് നമ്മുടെ ശരീരത്തിലേക്ക് നമ്മുടെ ആത്മാവ് റൂഹ് തിരിച്ചു കയറുമ്പോ നമ്മുടെ ശരീരം തരുന്ന സിഗ്നലാണ് ചെവി മൂളുന്നത് എന്ന് മഹാരഥന്മാരാകുന്ന പണ്ഡിതന്മാർ. അങ്ങനെ മൂളുമ്പോ നമ്മൾ പറയണം, അള്ളാഹുവിന്റെ പ്രവാചകന്റെ പേര് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്ന് പറഞ്ഞിട്ട് ഹദീസിൽ കാണാം, വൽയുസല്ലി അലൈഹി അലയ്യ, എന്റെ മേൽ സലാമിനെ സ്വലാത്തിനെ ചൊല്ലിക്കൊള്ളട്ടെ, ഫല്യഖുൽ, എന്നിട്ട് അവൻ പറയണം എന്ന് പറഞ്ഞാൽ ചെവി മൂളുമ്പോ നമ്മൾ പറയേണ്ട പ്രാർത്ഥന ദക്കറല്ലാഹു ബിഖൈരിൻ മൻ ദക്കറനി എന്നോട് പറയാം. ദക്കറല്ലാഹു ബിഖൈരിൻ മൻ ദക്കറനി, ദക്കറല്ലാഹു, അല്ലാഹുവേ പടച്ചവനെ, ബിഖൈരിൻ, നന്മ കൊണ്ട് എന്നെ കുറിച്ച് നല്ലത് പറഞ്ഞ ആളുകൾക്ക് അല്ലാഹു നീ നല്ലത് കൊടുക്കണേ അല്ലാഹ്, നബിതങ്ങൾക്ക് ഖൈർ കൊടുക്കണേ എന്നാണ്. എന്റെ പടച്ചവനെ, നമ്മളെ കുറിച്ച് മുത്തുനബി തങ്ങൾ പറയുമെങ്കിൽ നമ്മൾ എത്ര സൗഭാഗ്യവാന്മാരാ.
അപ്പൊ ചെവി മൂളുന്നത് അങ്ങനെയാണ്. നമ്മുടെ അവയവങ്ങൾ ഓരോന്നും നമ്മളെ അവയവങ്ങൾ ചിലപ്പോൾ മൂളാറുണ്ട്. നമ്മൾ ഈ വോയിസ് ഓഫ് ഷഫീഖ് ബദരി എന്ന ചാനലിൽ അവയവങ്ങൾ തുടിക്കുന്നതിനെ പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കണ്ണു തുടിച്ചാൽ എന്താണ് അർത്ഥം? മഹാരഥന്മാർ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന കാര്യമാണ്, വെറുതെ കെട്ടുകഥകളല്ല. ഈ മൊയിലാർക്ക് വരെ പണിയൊന്നുമില്ലേ, ഇതൊക്കെയാണോ പറഞ്ഞു കൊടുക്കുക, ഇതൊക്കെ എവിടെ നിന്ന് കിട്ടുന്ന ഉസ്താദ് എന്നൊക്കെ പറയുന്ന ഒരു കിതാബ് മറിച്ചു നോക്കി. മഹാരഥന്മാർ ഹിയ ഉലൂമുദ്ദീൻ പോലെയുള്ള ശറഹുൽ മുഹദ്ദബ് പോലെയുള്ള ഗ്രന്ഥങ്ങൾ നിങ്ങൾ വായിച്ചറിയിൻ. ചെവി തുടിച്ചാൽ എന്താ, കണ്ണ് തുടിച്ചാൽ എന്താ, ചുണ്ട് തുടിച്ചാൽ എന്താ, അവയവങ്ങൾ തുടിച്ചാൽ എന്നർത്ഥം എന്നൊരു വലിയ വിശദമായ വീഡിയോ നമ്മൾ ഈ വോയിസ് ഓഫ് ഷഫീഖ് ബദരി എന്ന ചാനൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അല്ലേ, നിങ്ങൾ കേട്ടവരായിരിക്കും, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അതുപോലെയാണ് ഈ ചെവി മൂളുമ്പോൾ നമ്മൾ ചെയ്യേണ്ട പ്രാർത്ഥന ദക്കറല്ലാഹു ബിഖൈരിൻ മൻ ദക്കറനി എന്ന ദുആ നമ്മൾ ചെയ്യണമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നബി തങ്ങളുടെ അർവാഹ് നമ്മുടെ സന്ദർശിച്ച് മടങ്ങി വന്ന് ആലമുൽ അർവാഹിൽ സ്വാലിഹീങ്ങളെ എല്ലാം റൂഹുകൾ അടുത്തേക്ക് നമ്മുടെ റൂഹ് പോയിട്ട് തിരിച്ച് നമ്മുടെ ശരീരത്തിലേക്ക് പോകുമ്പോഴാണ് ചെവി ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ മൂളിച്ച് നമുക്ക് തോന്നും. ഞെട്ടി ഇങ്ങനെ മൂളും, നമ്മളിങ്ങനെ പൊത്തിപ്പിടിക്കും, ഒരു മിനിറ്റ് പോലും നിൽക്കൂല, അപ്പോഴേ അത് പോകും. അപ്പൊ നമ്മൾ പറയണം ദക്കറല്ലാഹു ബിഖൈരിൻ മൻ ദക്കറനി എന്ന് നമ്മൾ പറയണം. മുത്തുനബി തങ്ങളുടെ പേര് ഒരു സ്വലാത്ത് ചൊല്ലണം. അത് അതിന്റെ അദബാണ്, അതിന്റെ നന്ദി സൂചകമാണെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ നബിയുനാ മുഹമ്മദ് മുസ്തഫ. ജീവിതത്തിൽ അള്ളാഹിന്റെ മുത്തുനബി ഒന്ന് കാണാൻ അള്ളാഹു ഭാഗ്യം തരട്ടെ. എന്റെ പ്രിയമുള്ളവരെ, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ആ ചെവിയൊന്ന് മൂളിയിട്ടുണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ്. അതാണ് കാരണം. സത്യവിശ്വാസികളുടെ ചെവി മൂളുന്നതിന്റെ പിന്നിലെ രഹസ്യം ഇതാണ്. ഇതല്ലാതെ കള്ളുകുടിച്ച് ഇസ്ലാമിന്റെ ഒരു നന്മയായ പ്രവർത്തനങ്ങളും ജീവിതത്തിലില്ല. അങ്ങനെയുള്ളവനെ ചെവി മൂളിട്ട് പറയണം, ആ നബി തങ്ങളുടെ റൂഹിനെ ഞാൻ കാണാൻ പോയി, കേൾക്കാൻ പോയി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവന്റെ ജീവിതം അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ തത്വാധിഷ്ഠിതമായ എല്ലാ പ്രവർത്തനങ്ങളെയും ചേർത്തു പിടിക്കുന്ന വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ റൂഹ് പരിശുദ്ധമാണ്. ആ പരിശുദ്ധപ്പെടുത്താനാണ് നബി തങ്ങൾ പറഞ്ഞത് അല്ലാഹുമ്മ ഖദ്ദിസ് അർവാഹനാ. എന്നാലോചിച്ച് നോക്കിയേ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ആത്മാക്കളെ പരിശുദ്ധപ്പെടുത്തുമാറാകട്ടെ. നല്ല റൂഹുകൾക്കാണ് നല്ല മരണം ഉണ്ടാവുള്ളൂന്നേ. അള്ളാഹുവിന്റെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആലമുൽ അർവാഹിലേക്ക് മഹാരഥന്മാർ രേഖപ്പെടുത്തുന്നു, ഈ ആലമുൽ അർവാഹിലേക്ക് പോയ റൂഹുകൾ ഉറപ്പായും മദീന റൗള കാണാതെ മരിക്കൂല എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് എടുത്ത് വെച്ചുകൊണ്ട് മഹാരഥന്മാർ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ചെവി മൂളിയാൽ, ചെവിയൊന്നു മൂളിയാൽ നിസ്സാരമായി കാണരുതേ. അൽഹംദുലില്ലാഹ് പറഞ്ഞോ, മുത്തുനബി തങ്ങളുടെ പേര് പറഞ്ഞോ, അള്ളാഹിന്റെ റസൂലിനെ കുറിച്ച് ഓർത്തോ, ഒരു സ്വലാത്ത് മനസ്സിൽ തട്ടി നിങ്ങൾ ഏത് സ്വലാത്തും ചൊല്ലാം, ഏത് സ്വലാത്തും ചൊല്ലാം. വെള്ളിയാഴ്ച രാവാണ് ഇന്നത്തെ രാത്രി, വെള്ളിയാഴ്ച രാവ് നമ്മിലേക്ക് സമാഗതമാണ്. ഇന്നത്തെ മഗ്‌രിബോട് കൂടി വെള്ളിയാഴ്ച രാവായി. സ്വലാത്ത് അധികരിപ്പിക്കിൻ, സ്വലാത്ത് ചൊല്ലി ചൊല്ലി നമ്മുടെ റൂഹിനെ പരിശുദ്ധപ്പെടുത്തിൻ. വെള്ളിയാഴ്ച പകൽ സ്വലാത്ത് ചൊല്ലി 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 റൂഹുകളെ പരിശുദ്ധപ്പെടുത്തിൻ. എല്ലാ നന്മയായ പ്രവർത്തനങ്ങളുടെയും താക്കോലാണ് സ്വലാത്ത്. ആ സ്വലാത്ത് കൊണ്ടാണ് രക്ഷപ്പെടാൻ കഴിയുക. പ്രിയമുള്ളവരെ, അതുകൊണ്ട് പരിശുദ്ധരായ റൂഹുകൾക്ക് ആലമുൽ അർവാഹിലേക്ക് കടന്നു ചെന്ന് നബി തങ്ങളുടെ പരിശുദ്ധമായ ആ മഖഅദ് അർവാഹ് നബി തങ്ങളുടെ റൂഹിനെ കാണാൻ അവസരമുണ്ടാകുമെന്നും മടങ്ങി ശരീരത്തിലേക്ക് കയറുമ്പോൾ ശരീരം തരുന്ന സിഗ്നലാണ് ചെവി മൂളൽ. അപ്പൊ നിങ്ങൾ പറയണം ദക്കറല്ലാഹു ബിഖൈരിൻ മദക്കറനി എന്ന് പറയണമെന്ന് മഹാരഥന്മാർ മുത്തുനബിയുടെ ഹദീസ്. അള്ളാഹു അമൽ ചെയ്യാൻ ഭാഗ്യം തരട്ടെ. ഇൻഷാ അല്ലാഹ് ഈ അറിവ് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. കുറഞ്ഞ സമയത്ത് കൂടുതൽ അറിവ് എന്ന ആശയത്തിലാണ് വോയിസ് ഓഫ് ഷഫീഖ് ബദരി എന്ന ചാനൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഇതൊരു പുതിയ അറിവായി നിങ്ങൾ കേൾക്കുകയും മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഒരാളത് കാരണം പറഞ്ഞാൽ അതിന്റെ കൂലി സ്വതക്കയുടെ കൂലിയാണ് നമുക്ക് കിട്ടുക. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇതുപോലെയുള്ള ഉപകാരപ്രദമായ അറിവുകൾക്കായി വോയിസ് ഓഫ് ഷഫീഖ് ബദരി എന്ന ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അതോടൊപ്പം ഈ വിനീത നേതൃത്വം കൊടുക്കുന്ന ആയിരങ്ങൾ സംഗമിക്കുന്ന എല്ലാ ദിവസവും വെള്ളിയാഴ്ച ഒഴികെ ബാക്കി എല്ലാ ദിവസങ്ങളും രാത്രി 9 മണിക്ക് ബദറിൻ തീരം എന്നൊരു ആത്മീയ മജ്‌ലിസ് ഉണ്ട്. ബദറിൻ തീരം എന്ന യൂട്യൂബ് ചാനലിലൂടെ വിനീത നേതൃത്വം കൊടുക്കുന്ന ചാനലാണ്. അതിലൂടെ ലൈവ് മാത്രമേ ഉള്ളൂ. ആ ചാനലിൽ എല്ലാ ദിവസവും 9 മണിക്ക് മഹാന്മാരാകുന്ന സ്വഹാബത്തിന്റെ ചരിത്രം പാടി പറയുന്ന ചരിത്രമാണ്. ഇമ്പമാർന്ന മാപ്പിളപ്പാട്ടിലൂടെ, മനം കവരുന്ന സംഭവങ്ങൾ വികാസങ്ങളിലൂടെ ഇൻഷാ അല്ലാഹ് മഹാരഥന്മാരാകുന്ന സ്വഹാബത്തിന്റെ ജീവിത ചരിത്രം ഏകദേശം 40ഓളം സ്വഹാബത്തിന്റെ ചരിത്രം ചർച്ച ചെയ്ത് കഴിഞ്ഞു. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാ ദിവസവും നിങ്ങളെ സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഹദ്ദാദ് റാത്തീബും അസ്മാഉൽ ഹുസ്നയും തിബ്ബു സലാത്തുമായിട്ടാണ് ആ മജ്‌ലിസ് മുന്നോട്ട് പോകുക. ആയിരങ്ങൾ സംഗമിക്കുന്ന ബദരീങ്ങളുടെ നാമധേയത്തിൽ ബദറിൻ തീരമെന്നാണ് ആ മജ്‌ലിസിന്റെ പേര്. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അള്ളാഹു സ്വീകരിക്കട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് കമന്റ് കാണുന്നുണ്ട്. എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളും ദുആരക്കിൻ, നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും ദുആരക്കാം. അള്ളാഹ് സ്വീകരിക്കുമാറാകട്ടെ. പുതിയൊരു അറിവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും ഇൻഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.